ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് ഗുരുവായൂർ അമ്പലത്തിൽ പോവാണ്. തൃശ്ശൂർ വന്നിട്ടിപ്പോൾ ഏകദേശം ഒരു വർഷമാവുന്നു. അപ്പോൾ ഈ ഒരു വർഷത്തിനിടയിൽ ഇപ്പോഴാണ് ഗുരുവായൂർ അമ്പലത്തിൽ പോകാനുള്ളൊരു സമയവും കാര്യങ്ങളും എല്ലാം ശരിയായത്. അപ്പോൾ ബസ്സിൻ്റെയും കാര്യങ്ങളുടെയൊക്കെ കാര്യത്തിൽ ഒരുപാട് ടൈറ്റും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. എന്താണെങ്കിലും മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെ പറഞ്ഞിട്ട് നമ്മൾ പോകാനായിട്ട് റെഡി ആവാണ്. ഇപ്പോൾ സമയം 4:30 ആയിട്ടുണ്ട്. നമ്മളൊരു 5-5:15 ആകുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് ഇറങ്ങണം. അപ്പോൾ ഇനി നമുക്ക് റെഡി ആയാലോ. അങ്ങനെ നമ്മൾ ഒരുക്കവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പം നമുക്ക് സമയമായി. ബസ് ഉണ്ട് ഇപ്പോൾ വരണമെന്നാണ് പറഞ്ഞത്. ഞായറാഴ്ച ആയതുകൊണ്ട് ഉണ്ടോയെന്നറിയില്ല. അപ്പോൾ നമുക്ക് വേഗം ബസ് സ്റ്റോപ്പിലോട്ട് പോകാം. അങ്ങനെ 5:15 മുതൽ ബസ് കാത്തു നിന്ന് കാട്ടൂർ 6:30 ആയപ്പോൾ ബസ്സിൽ കയറി. അങ്ങനെ ബസ്സിൽ കയറി ഇനി നേരെ ഇരിഞ്ഞാലക്കുട, അവിടെ നിന്ന് നേരെ ഗുരുവായൂർ ബസ്സിലാണ് നമുക്ക് പോകേണ്ടത്. പിന്നെ അവിടെ നിന്ന് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ പടിഞ്ഞാറേ നടയിൽ എത്തി. മുല്ലപ്പൂ വാങ്ങിച്ചു. ഇതാണ് ഗൈസ്, ഇത് ഇത്രയും പൂവിന് 30 രൂപ. അപ്പോൾ പടിഞ്ഞാറേ നടയിലേക്കുള്ള ഫസ്റ്റ് എൻട്രൻസിലേക്ക് കയറി. നമ്മുടെ കൂടെ ഒരാളും കൂടെ ഉണ്ട്. ആൾ ഓൺ ദ വേ ആണ്. വഴിയിൽ തന്നെയാണ് ഫുള്ള് ഷോപ്പും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. ഫുള്ള് സാധനങ്ങളും ഒക്കെ മേടിക്കണം. നിറയെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ബാക്ക് സൈഡാണോ ഫ്രണ്ട് സൈഡാണോ? ഓ, കുറേ കുട്ടികൾ അരങ്ങേറ്റത്തിന് വന്നിട്ടുണ്ട്. അയ്യോ വീണല്ലോ. ഇപ്പോൾ പടിഞ്ഞാറൻ നടയിൽ നിന്നാണ് നമ്മൾ കയറിയിരിക്കുന്നത്. അപ്പോൾ കയറുമ്പോൾ തന്നെ ഇവിടെ മൊത്തവും ഓരോ സ്പെഷ്യലായിട്ടുള്ള അപ്പോൾ നമുക്ക് ഫോണും കാര്യങ്ങളൊക്കെ ഉള്ളിലേക്കൊന്നും ഒരുപാട് അലൗഡ് ഇല്ല. നല്ല രസമുണ്ട്, കൊള്ളാം. ഞാൻ എൻ്റെ 2ാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. ഫസ്റ്റ് ടൈം വന്ന എപ്പോഴാണ് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണെന്ന് തോന്നുന്നു ലാസ്റ്റ് വന്നത്. എന്നെ കാത്ത് നിൽക്കുന്ന ആൾ. ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ വന്നു. അങ്ങനെ ഞങ്ങൾ പടിഞ്ഞാറൻ നടയിൽ നിന്ന് ഫ്രണ്ടിലോട്ട് പോവുകയാണ്. നല്ല തിരക്കുണ്ട്. അത്യാവശ്യം ഇതിൻ്റെ വരിയുടെ തുടക്കം കുറേ വരികൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. കുറേ കല്യാണ ചെറുക്കന്മാർ, കുറേ കല്യാണ പെണ്ണുകൾ. ഹായ് ഹായ്, കൊള്ളാം കൊള്ളാം. അങ്ങനെ ഞങ്ങൾ വരിയിൽ നിൽക്കാനായിട്ട് തീരുമാനിച്ചു. വരി പോകുന്ന വഴിയാണിത്. അതുവഴി അതിലേക്കൂടെ പോയിട്ട് ആ ഒരു പോർഷനിൽ കൂടെ പോയിട്ട് ആ വരിയാണ് ദേ ഈ കാണുന്നത്. പിന്നെ ഇതുവഴിയാണ് ഉള്ളിലേക്ക് പോകുന്നത്. മിക്കവാറും ഉച്ചയാവും എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും നോക്കാം. അങ്ങനെ ഞങ്ങൾ ഉച്ച വരെ അമ്പലത്തിൽ, എന്തായാലും ഞങ്ങൾ അമ്പലത്തിൽ കയറിയിട്ട് പോകത്തുള്ളൂ ഗൈസ്. അല്ലേ 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 അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ കയറിയിട്ട് ഇറങ്ങി. വൻ തിരക്കാണ്. ഹെഡ്സെറ്റ് പോലും ഉള്ളിലേക്ക് കൊണ്ടുപോകില്ല. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ സമയം 11 മണിയായി. 11 മണിയുടെ ഫുൾ നമ്മളെല്ലാം കണ്ടിറങ്ങി. 10-20 വീഡിയോഗ്രാഫറുടെയും ക്യാമറമാൻ്റെയും ഇടയിലൂടെ വീഡിയോഗ്രാഫർ സന്ധ്യയ്ക്കൊപ്പം ഞാനും കുറേ വീഡിയോയും ഫോട്ടോയും ഒക്കെ അതിനിടയ്ക്കൂടെ തെള്ളിനിടയ്ക്ക് എന്തായാലും കിട്ടി. ഒരുപാട് കല്യാണങ്ങളും കാര്യങ്ങളും തിരക്കും ഒക്കെ ഉള്ള ദിവസമാണെങ്കിൽ പോലും ഒരുപാട് തടസ്സങ്ങൾ വന്നെങ്കിലും ഫൈനലി ഞങ്ങൾ അവിടെ എത്തി, കണ്ടു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചും കൂടെ ചേർത്ത് ഒന്നിച്ച് കഴിക്കണം. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇവിടെ നിന്ന് ഇനി ചെരുപ്പും കാര്യങ്ങളൊക്കെ വാങ്ങി ഇറങ്ങാൻ പോവാണ്. പാൽപ്പായസം വാങ്ങണം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഗുരുവായൂർ ഡയറീസ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ വീട്ടിലോട്ട് പോവാം. ഞങ്ങളുടെ ചെറിയൊരു മസാല ദോശ വന്നു. ഇനി മസാല ദോശ തിന്നാനുള്ള സമയമാണ്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു. നമ്മളിപ്പോൾ ബസ്സിലിരിക്കുകയാണ് കാട്ടൂരോട്ട് പോകാനായിട്ട്. അങ്ങനെ നല്ല ഒരു പ്ലസൻറ്റ് ഡേ ആയിരുന്നു ഇന്ന്. സോ ഹാപ്പി. പോകാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല, പക്ഷേ ഒരു അൺഎക്സ്പെക്റ്റഡ്ലി നമ്മൾ പെട്ടെന്നെല്ലാം മീറ്റ് പോയി. വളരെ ഹാപ്പി പീസ്ഫുൾ യാത്രയായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്.